ഇപ്പൊ നമുക്ക് MBBS പെർസ്യൂ ചെയ്യണമെങ്കിൽ കീം എഴുതി അതിന് നല്ലൊരു സ്കോർ ഉണ്ടെങ്കിൽ പിന്നെ നീറ്റ് മാൻഡേറ്ററി ആണോ? നിലവില് കീമില് MBBS അപ്ലൈ ചെയ്യണം. MBBS എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് കീമിൽ എക്സാം എഴുതേണ്ട ആവശ്യകതയില്ല. നിലവിൽ എഴുതേണ്ട ആവശ്യകതയില്ല. എക്സാം എഴുതുന്നവർ ആകെ കൂടിയുള്ളത് ഒന്ന് പാരാമെഡിക്കലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനുമാണ്. എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് കീമിൽ എക്സാം എഴുതുള്ളൂ. പക്ഷെ MBBSകാർക്ക് സീറ്റ് കിട്ടണമെങ്കിൽ നീറ്റ് എക്സാം മാൻഡറ്ററി ആയിട്ട് എഴുതണം. നീറ്റിന്റെ സ്കോറും +2ന്റെ സ്കോറും കൂടി കൂട്ടിയിട്ടാണ് ഇവിടെ സീറ്റിനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. അവിടെ സ്കോർ ലെവൽ, റാങ്കിങ് ലെവല് കീമില് എൻട്രി ചെയ്യും. അത് ഫൈനൽ എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനൊരു അവസരം വരും. നീറ്റിന്റെ സ്കോർ എൻട്രി ചെയ്യാനുള്ള, അതുപോലെ +2ന്റെ സ്കോറും എൻട്രി ചെയ്യാനുള്ള, +2ന്റെ മാർക്കും എൻട്രി ചെയ്യാനുള്ള ഒരു ടൈം വരും. ആ സമയത്താണ് ആക്ച്വലി ഇത് നമ്മുടെ റാങ്ക് ഹോൾഡർ, കീം റാങ്ക് എത്രയാണെന്ന് ചോദിച്ചു വരുന്നവരുണ്ട്. അപ്പോഴാണ് നമുക്ക് മെഡിക്കൽ കോളേജുകളിലേക്ക്, അതുപോലെ തന്നെ മെറിറ്റ് സീറ്റുകളിൽ, നമുക്ക് മാനേജ്മെന്റ് സീറ്റുകളിലേക്കും ഒക്കെ കീം എൻട്രൻസ് മാൻഡറ്ററി ആണ്. കീമിൽ അപ്ലിക്കേഷൻ ചെയ്ത രജിസ്റ്റർ നമ്പർ മാൻഡറ്ററി ആയിട്ട് വരുന്നത്. സപ്പോസ് എനിക്ക് ബാംഗ്ലൂരിൽ BSc ഓറിയന്റഡ് ആയിട്ടുള്ള നഴ്സിംഗ് പോലുള്ള കോഴ്സുകൾ ചെയ്യണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കർണാടകയിൽ നഴ്സിംഗ് പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ KEA എന്ന് പറഞ്ഞൊരു എക്സാം എഴുതണം. കൂടാതെ തന്നെ നീറ്റിൽ അപ്ലിക്കൻ്റ് ആയിരിക്കണം. അപ്ലൈ ചെയ്താൽ മതി. എക്സാം എഴുതിയിലും ഇമ്പോർട്ടൻസ് അല്ല, അപ്ലൈ ചെയ്തിടണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. അത് BSc നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി, ബാംഗ്ലൂർ BSc നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി. MBBS പോലെയുള്ള കോഴ്സുകൾ പഠിക്കണമെങ്കിലും, ബാംഗ്ലൂർ പഠിക്കണമെങ്കിൽ അവിടുത്തെ KEA എക്സാം രജിസ്റ്റർ ചെയ്യണം. എക്സാം എഴുതണം നിർബന്ധമില്ല. അപ്പം നീറ്റിന്റെ റാങ്കിങ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ശരിക്കും നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ? അത് എന്തിനാണ് ഇന്ത്യൻ ഗവൺമെന്റ്? നീറ്റ് എന്ന് പറഞ്ഞ എക്സാം ഒരു ചെറിയ കഥ വേണമെങ്കിൽ പറഞ്ഞുതരാം. നിലവിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എക്സാം നടക്കണ്ടായിരുന്നു. ഇപ്പോൾ എയിംസ് യൂണിവേഴ്സിറ്റി, എയിംസിന്റെ എക്സാം ഉണ്ടായിരുന്നു. ജിപ്മറിന്റെ എക്സാം ഉണ്ടായിരുന്നു. കേരളത്തിൽ കീമിന്റെ എക്സാം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും എക്സാമുകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിനെ ഏകോപിപ്പിച്ച് സെൻട്രലൈസ് ചെയ്തിട്ട് വരുന്ന നാഷണൽ ടെസ്റ്റ് ഏജൻസി നടത്തുന്ന, അല്ലെങ്കിൽ അതുവഴി നടത്തുന്ന ഒരു എക്സാമാണ് നീറ്റ് എന്നുള്ളത്. നീറ്റ് എക്സാം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇത് MBBS പോലെ മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകൾക്കാണ് നീറ്റ് എക്സാം ഉപയോഗിക്കുന്നത്. ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻസ്, ഇതിന്റെ റിക്വയർമെന്റ്സ്, സിലബസ് എന്തൊക്കെയാണ്? നമുക്ക് ഇതിന് വേണ്ട റിക്വയർമെന്റ്സ് എന്നുള്ളത് 50% മാർക്കാണ് നമുക്ക് വേണ്ടത്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇത്രയും കാര്യങ്ങളിൽ 50% മാർക്ക് ഉണ്ടായാൽ മതി. ഈ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ അപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. ഈ എക്സാമിലൂടെ മെഡിക്കലി ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് മാത്രമാണോ? അതായത് ഇപ്പം MBBS, BAMS തുടങ്ങിയ ഡോക്ടർ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് മാത്രമാണോ? അതോ BSc നഴ്സിംഗ്, BSc ഫാർമക്കോളജി തുടങ്ങിയ BSc കോഴ്സുകൾക്കും നമുക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും? ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അത് ഇത്തിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് MBBSന് പറ്റും. അതുപോലെ യുനാനി, BAMS, അതുപോലെ തന്നെ അലോപ്പതി, പിന്നെ വെറ്റിനറി, അങ്ങനെയുള്ള കോഴ്സുകളിലേക്കും MBBS ഡോക്ടർ എന്ന തസ്തികയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ തസ്തികയിലേക്ക് ഡെന്റൽ ഡോക്ടർ, ആ കാറ്റഗറികളിലേക്കൊക്കെ നീറ്റ് എക്സാം മാൻഡറ്ററി ആണ്. കൂടാതെ തന്നെ നീറ്റ് എക്സാമിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഇപ്പോൾ BSc നഴ്സിംഗിനും കൂടി ആവശ്യമായിട്ട് വരുന്നുണ്ട്. കേരളത്തിൽ അത് ആയിട്ടില്ല. കേരളത്തിലെ നിലവിലെ സാഹചര്യം അനുസരിച്ച് നീറ്റ് എക്സാം ആവശ്യമില്ല. ഇനി അപ്ഡേഷൻ വരുമോ എന്നുള്ളത് അറിയില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് നീറ്റ് എക്സാം ആവശ്യമില്ല. സപ്പോസ് ഞാനിപ്പോൾ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ എലിജിബിൾ ആണെങ്കിൽ, എനിക്കിപ്പോൾ എയിംസ് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ GMCകളിൽ MBBS പെർസ്യൂ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ടി ചെയ്യേണ്ട പ്രോസസ്സ് എന്തൊക്കെയാണ്? നമുക്ക് 2 ടൈപ്പിൽ കേരളത്തിലത്തെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ നമുക്ക് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടാനായിട്ട് നമുക്ക് 2 വഴിക്ക് ചെയ്യാം. ഒന്ന് കീം വഴിയും രജിസ്റ്റർ ചെയ്യാം, ഒന്ന് MCC വഴിയും ചെയ്യാം. MCC വഴി എന്ന് വെച്ചാൽ 15% ആണ് നീറ്റ് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റിലെ എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലേക്കും 15% റിസർവേഷനാണ് കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തത്. അതിൽ MCC കൗൺസിൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴിയാണ്. അത് സ്പെഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആ വഴി രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് ഓൾ ഇന്ത്യ വഴിയുള്ള എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ നേപ്പാളിലുള്ള അല്ലെങ്കിൽ
ഗുജറാത്തിലുള്ള ഒരു വ്യക്തിക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾക്ക് MCC വഴി അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കീമു വഴിയും ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. MCC വഴി കിട്ടുകയാണെങ്കിൽ ആൾക്ക് 15% റിസർവേഷൻ, ഓൾ ഇന്ത്യ 15% റിസർവേഷനിൽ കാറ്റഗറൈസ് ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റിൽ പബ്ലിഷ് വന്നിട്ടുണ്ടെങ്കിൽ ആൾക്ക് കേരള ഗവൺമെൻറ് തൃശ്ശൂരിലുള്ള മെഡിക്കൽ കോളേജിൽ അവർക്ക് സിലബസിൽ പഠിക്കാൻ സാധിക്കും എന്നതാണ് അതിൻ്റെ ചെറിയ കാര്യത്തിൽ പറയണേ. അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കീം എക്സാം എഴുതാം. ഇപ്പോൾ നമ്മൾ കർണാടകയുടെ എക്സാം എഴുതുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞു. കേരളത്തിലുള്ള ആൾ നമ്മൾ എങ്ങനെ കർണാടക എക്സാമിൽ എഴുതാൻ പറ്റും, അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള വ്യക്തികൾക്ക് NRIകൾക്കാവാം, അല്ലെങ്കിൽ കർണാടകകൾക്കാവാം, തമിഴ്നാടുകാർക്കാവാം, ആർക്ക് വേണമെങ്കിലും കേരളത്തിലെ കീം എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും. കീം എക്സാം എഴുതി അപ്ലൈ ചെയ്ത് കീമിൽ ഇവിടെ സീറ്റ് വാങ്ങിക്കാൻ സാധിക്കും. 2 വർഷം മുമ്പ് നമ്മുടെ ഗവൺമെന്റ് EWS, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നീറ്റിൽ. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താണ് നമുക്ക് പറയാനുള്ളത്? EWS എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. 2 തരത്തിലാണ് EWS ഉള്ളത്. ഒന്ന് സ്റ്റേറ്റ് ലെവൽ EWS ഉണ്ട്, ഒന്ന് നാഷണൽ സെൻട്രൽ EWS ഉണ്ട്. സ്റ്റേറ്റ് ലെവൽ EWS എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസറുമായി ചെയ്തു വരുന്നതാണ്. നമുക്ക് നിലവിൽ 4 ലക്ഷം രൂപയാണ് പരിധി വരുന്നത്. ഇത് ആർക്കാണ് EWS എന്നുള്ള ബെനിഫിറ്റ് ഉണ്ട് ചോദ്യമാണ്. അതിൽ വരുന്നതാണ് ജനറൽ കാറ്റഗറി ആയ ക്രിസ്ത്യൻ, ഹിന്ദുസിൽ, ബ്രാഹ്മിൻസ്. ഇപ്പോൾ ക്രിസ്ത്യനിൽ വരുമ്പോൾ പറയുകയാണെങ്കിൽ RC, റോമ, അങ്ങനെയുള്ള അതുപോലെ തന്നെയുള്ള യാക്കോബിറ്റ്സ്, പെന്തക്കോസ്ത, അങ്ങനെയുള്ള കുറേ കാറ്റഗറീസുകളായ ക്രിസ്ത്യൻ സമുദായങ്ങളായിട്ടുള്ള ഒരുപാട് പേർക്കുണ്ട്. ഹിന്ദുസിൽ വരുമ്പോൾ ബ്രാഹ്മിൻസ്, നായർ, ആ കാറ്റഗറിയിൽ വരുന്ന ജനറൽ കാറ്റഗറി വരുന്നതിൽ ഉള്ള അവർക്കാണ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ. അവർ അസൈൻ ചെയ്യണത് ഏകദേശം 4 ലക്ഷം രൂപയുടെ ഉള്ളിൽ വരുമാനം വരുന്നവർക്കാണ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ട് വില്ലേജ് ഓഫീസർമാർ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. ആനുവൽ ഇൻകം 4 ലക്ഷം രൂപ താഴെ ആയിരിക്കണമെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെന്റിന്റെ പരിധി 8 ലക്ഷം രൂപ ആക്കിയിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ. അതിലും ഇതേ പ്രൊസീജിയേഴ്സ് തന്നെയാണ്. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. ജനറൽ കാറ്റഗറിയിൽ ഫിനാൻഷ്യലി ഡൗൺ ആയി കിടക്കുന്നവർക്ക് ഗവൺമെന്റ് ആനുകൂല്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ EWS എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അത് സാമ്യം ഏകദേശം OBC കാറ്റഗറികൾക്ക് നോൺ ക്രീമിലിയറുമായി ബന്ധപ്പെട്ട് വരുന്ന അവർക്ക് കിട്ടുന്ന അതേ റിസർവേഷൻ സീറ്റുകളായിരിക്കും മിക്കവാറും EWSനും. അതേപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് EWSനും അനുബന്ധമായിട്ട് വരുന്നത്. നമുക്കിപ്പോൾ റിസർവേഷനിൽ തന്നെ കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. സോ ഈ ക്രീമി ലെയർ, നോൺ ക്രീമി ലെയർ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? അഡ്മിഷന്റെ കാര്യങ്ങളിലാണ് കൂടുതലും നോൺ ക്രീമി ലെയറും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. OBC കാറ്റഗറികളായ ഹിന്ദുസിൽ OBC കാറ്റഗറി ഉണ്ട്, അതുപോലെ ക്രിസ്ത്യനിൽ OBC കാറ്റഗറി ഉണ്ട്, മുസ്ലിം OBC ആണ് ഓൾറെഡി. ഈ 3 കാറ്റഗറിയിലുള്ളവർക്കാണ് ഈ നോൺ ക്രീമി ലെയർ എന്ന് പറഞ്ഞ കാര്യങ്ങൾ വരുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇഴവ OBC, ഹിന്ദുവിൽ OBC പറയാനാണ് ഇഴവ, അവരാണ് OBC കാറ്റഗറിയിൽ വരുന്നത്. അതുമാത്രമല്ല എഴുത്തച്ഛൻ വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് വരുന്നുണ്ട്. കൂടാതെ ക്രിസ്ത്യനിൽ വരുന്നതാണ് ലാറ്റിൻ. ഇപ്പൊ നമ്മുടെ ഇവിടെ തൃശ്ശൂർ ബേസ് ചെയ്ത് വരികയാണെങ്കിൽ ലാറ്റിൻ ആണ്. പിന്നെ ആംഗ്ലോ ഇന്ത്യൻ OBC കാറ്റഗറീസ് ആണ് വരുന്നത്. കൂടാതെ കുറച്ച് കാറ്റഗറീസ് വരുന്നുണ്ട്. നമുക്കിവിടെ കൂടുതലും കണ്ടുവരുന്നതാണ് മുസ്ലിംസ് എല്ലാം OBC കാറ്റഗറിയാണ് ഇവർക്കൊക്കെ. ഇനി ഈ ക്രീമി ലെയർ എന്താണ് എന്നുള്ളതാണ്. നോൺ ക്രീമി ലെയർ എന്താണ്? ക്രീമി ലെയർ എന്നുള്ളത് 8 ലക്ഷത്തിന് മുകളിൽ ആനുവൽ ഇൻകം വരുമാനമുള്ളവരാണെങ്കിൽ ക്രീമി ലെയർ എന്നറിയപ്പെടുന്നു. 8 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളവർ, ആനുവൽ ഇൻകം താഴെ വരുന്നവരെ നോൺ ക്രീമി ലെയർ എന്നറിയപ്പെടുന്നു. ഇപ്പോൾ എൻ്റെ മാതാപിതാക്കൾ പ്രൈവറ്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പാരൻസ് ശരിക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ടിന്റെ പാരൻസ് ബിസിനസ് ഓണേഴ്സ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് 3 പേർക്കും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് റിസർവേഷൻ വ്യത്യസ്തമാവുന്നത്? OBC കാറ്റഗറിയിലെ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ നോൺ ക്രീമിലിയർ ആൻഡ് ക്രീമിലിയറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ തൻ്റെ ഫാദർ ആൻഡ് മദർ സാധാരണ ജോലിക്കാരാണ്. സാധാരണ ജോലിക്കാർക്ക് ആനുവൽ ഇൻകം എപ്പോഴും 8 ലക്ഷത്തിന് താഴെയായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് വില്ലേജ് ഓഫീസർമാര് നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് ആണ് റെഫർ ചെയ്ത് സർട്ടിഫൈ ചെയ്ത് കൊടുക്കാറുള്ളത്. രണ്ടാമത്തെ ദിവസം നമ്മൾ പറഞ്ഞത് ഒരു ബിസിനസ്സുകാരനായ മാതാപിതാക്കളാണ്. അവരെ സംബന്ധിച്ച് ആനുവൽ ഇൻകം IT റിട്ടേൺ ഇൻകം ടാക്സ് അടയ്ക്കുന്നത് 8 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ അവർ ക്രീമി ലെയറും, 8 ലക്ഷത്തിന് താഴെയാണ് അവർ
ഇൻകം ടാക്സ് അടയ്ക്കും. ഇപ്പൊ 5 ലക്ഷത്തിനായിരിക്കും ചിലപ്പോൾ ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ടാവുക. എങ്കിൽ അവർക്ക് നോൺ ക്രീമിലെയറും ആയിരിക്കും വരിക. വ്യത്യാസം വളരെ സിമ്പിളാണ്. മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ലക്ഷത്തിന് മുകളിൽ വരുമാനം ഗവൺമെന്റ് ടാക്സ് കാണിക്കുന്നത്, അച്ഛനും അമ്മയും കൂടിയിട്ട് 8 ലക്ഷത്തിന് മുകളിൽ വരുമാനം ടാക്സ് കാണിക്കുന്ന ഇൻകം ടാക്സ് കാണിക്കുന്നുണ്ടെങ്കിൽ അവര് ക്രീമിലെയർ എന്നറിയപ്പെടും. അച്ഛൻ്റെ അമ്മയുടെ ഇൻകം ടാക്സ് 8 ലക്ഷത്തിന് താഴെയാണെങ്കിൽ അവർക്ക് വരുമാനം താഴെയാണെങ്കിൽ അവർ ക്രീമിലെയർ നോൺ ക്രീമിലെയറിൽ അറിയപ്പെടുക. പലരുടെയും തെറ്റിദ്ധാരണ വെച്ചാൽ ഞാൻ ഇൻകം ടാക്സ് അടയ്ക്കുന്നത് കൊണ്ട് അവര് നോൺ ക്രീമിലെയറിൽ പെടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവര് 8 ലക്ഷത്തിന് താഴെ വരുമാനം കാണിക്കുന്നവർ, ഇപ്പൊ 7 ലക്ഷം 5 ലക്ഷം ഒക്കെയാണ് അവർക്ക് വരുമാനം, ബിസിനസ് ചെയ്യുന്നവരായതുകൊണ്ട് അവർ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്, ഇൻകം ടാക്സ് കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവർക്ക് അവരുടെ കുട്ടികളുടെ റിസർവേഷൻ ഒരിക്കലും മാറിപ്പോകുന്നില്ല. അവർക്ക് സാധ്യതയുണ്ട്, റിസർവേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ 8 ലക്ഷത്തിന് താഴെ ആയിരിക്കണം അവരുടെ ഇൻകം ടാക്സ് എന്നുള്ളതാണ്. ഈ ഉള്ളത് ഗവൺമെന്റ് ജോലിക്കാരായ ആളുകളെ കുറിച്ചാണുള്ളത്. ഗവൺമെന്റ് ജോലിക്കാരുടെ മാതാപിതാക്കള് അവരുടെ മാതാപിതാക്കൾ ജോയിൻ ചെയ്ത് തന്നെ ഗസറ്റഡ് ഓഫീസർ ക്ലാസ് 1 എന്ന കാറ്റഗറിയിലാണ് ജോയിൻ ചെയ്തതെങ്കിൽ അവരുടെ വരുമാനം നോൺ ക്രീമിലെയറിലാണ് ഉൾപ്പെടുക, നോൺ ക്രീമിലെയറിൽ ഉൾപ്പെടില്ല. പക്ഷെ അവര് ജോയിൻ ചെയ്തത് ക്ലർക്ക് അല്ലെങ്കിൽ താഴ്ന്ന പോസ്റ്റുകളിലാണ് ജോയിൻ ചെയ്ത് ഇപ്പോൾ നിലവിൽ ഗസറ്റഡ് ഓഫീസറായി. അവർക്ക് ഇപ്പോൾ ഫാദറിനും മദറിനും കൂടിയിട്ട് 20 ലക്ഷം രൂപ വരുമാനമുണ്ടെങ്കിൽ പോലും അവര് നോൺ ക്രീമിലെയറിലാണ് ഉൾപ്പെടുക. അവരുടെ വരുമാനമല്ല അവിടെ കാൽക്കുലേറ്റ് ചെയ്യുക, അവര് ഏത് പോസ്റ്റിലാണ് കയറുന്നത് ജോയിൻ ചെയ്ത് ആ ബേസിക് സ്കെയിൽ അനുസരിച്ചിട്ടാണ് അവരുടെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് നോൺ ക്രീമിലെയറിന് അവർക്ക് സാധ്യതയുണ്ട്, ആ കുട്ടികൾക്ക് ബെനിഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതറിയാത്ത മാതാപിതാക്കളും ഇപ്പോഴും ഇഷ്ടം പോലെയുണ്ട്.